പച്ചടി റെസിപ്പി ഒന്ന് കണ്ടാലോ? അപ്പോൾ വെള്ളരി പച്ചടി ആയതുകൊണ്ട് തന്നെ വെള്ളരി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് തന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ ചീന്തിയിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരളവിൽ ഇഞ്ചി ചതച്ചതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലിന് വേണ്ടി മാത്രം ഒന്ന് വേവിപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ നന്നായിട്ട് അരച്ചിട്ടെടുക്കണം കേട്ടോ. അതിലോട്ടേക്ക് തന്നെ ഒരു ടീസ്പൂണോളം പച്ചക്കടുക് അരച്ചതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, പൊടിച്ചത് കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഉടച്ചിട്ട് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏതാണ്ട് പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ വേണ്ടതൊരു താളിപ്പാണ്. അതിന് നമുക്ക് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്നതിലോട്ടേക്ക് സെറ്റാക്കി നമ്മൾ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് പണി കഴിഞ്ഞു. ഇത് നമുക്ക് ഓവറായിട്ട് തിളച്ച് പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒരു ദിവസത്തിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്